ഇറാൻ അവയവക്കടത്തിൽ സുപ്രധാന കണ്ടെത്തലുമായി NIA. കേസിലെ മുഖ്യപ്രതി മധു ഈ വർഷവും ആളുകൾ അവയവക്കടത്തിനായി വിദേശത്തേക്ക് കൊണ്ടുപോയെന്ന് NIA കണ്ടെത്തി. അതായത് NIA കേസെടുത്തതിന് പിന്നാലെയും രണ്ടുപേരെ മധു അവയവ കച്ചവടത്തിനായി തജിക്കിസ്ഥാനിലേക്ക് കൊണ്ടുപോയെന്നാണ് കണ്ടെത്തൽ. ഇതിനു പുറമെ ഈ അവയവ കച്ചവടത്തിൽ സമ്പാദിച്ച കോടികൾ ബിറ്റ്കോയിനാക്കി മാറ്റിയെന്നും മധുവിന്റെ മൊഴിയുണ്ട്. ഇറാൻ അവയവക്കടത്തിന്റെ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേസെടുത്ത ശേഷവും മധുവും സംഘവും ആളുകളെ വിദേശത്തേക്ക് എത്തിച്ചു. ഈ വർഷം 2 ഒഡീഷ സ്വദേശികളെയാണ് താജിക്കിസ്ഥാനിലെത്തിച്ച വൃക്ക സമ്പന്നരായ സ്വീകർത്താക്കൾക്ക് മാറ്റിവെച്ചത്. ഇതിലൂടെ ലഭിച്ച പണം ബിറ്റ്കോയിനാക്കി മാറ്റിയെന്നാണ് NIA കണ്ടെത്തൽ. 2ാം തവണയാണ് മധുവിനെ NIA ചോദ്യം ചെയ്തത്. അവയവം നൽകിയ 11 പേരുടെയും സ്വീകരിച്ച 22 പേരുടെയും വിവരങ്ങൾ NIAക്ക് ലഭിച്ചു. വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ ഈ മാസം 31 വരെ മധുവിനെ കൊച്ചി NIA കോടതി റിമാൻഡ് ചെയ്തു. കേസിൽ ആകെ 4 പ്രതികളാണുള്ളത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.